എൻ്റെ പാത്ത് ബിസിനസ് ആണെന്ന് അറിഞ്ഞ് ആഫ്റ്റർ 2 years എൻ്റെ ഇടയ്ക്ക് കുറേ എക്സ്പീരിയൻസസ് ലൈക്ക് ചെറിയ ചെറിയ ബിസിനസ്സസ് ട്രൈ ചെയ്യുന്നു, ഡ്രോപ്പ് ഷിപ്പിംഗ് എക്സെട്ര. അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു. മേ ബി ഓരോ സെയിലിൽ നിന്നും 200-300 പ്രോഫിറ്റ് വെച്ച്. അത് കഴിഞ്ഞ് 2 year കഴിയുന്നു. 10 lakhs എന്നെ ഏൺ ചെയ്യാൻ സഹായിച്ച 3 ഹാബിറ്റ്സ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ടോപ്പ് ബെസ്റ്റ് 3 habits or something. Wake up at 5 AM. That's the most typical one. Read books. ബിസിനസ് രീതിയിലുള്ളത്, അല്ലെങ്കിൽ മോട്ടിവേഷൻ സെൽഫ് ഹെൽപ്പ് രീതിയിലുള്ള ബുക്സ് വായിക്കുക, ജിമ്മിൽ പോവുക. ഇതൊന്നും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഹാബിറ്റ്സ് അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരിക്കലും ഒരു ബിസിനസ്സിന് പൈസ ഉണ്ടാക്കാൻ ദേ വോണ്ട് ഡയറക്ട്ലി ഹെൽപ്പ് യു. എനിക്കിപ്പം കുറെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്, അത് ചേഞ്ച് ചെയ്തൊരു ബെറ്റർ പേഴ്സൺ ആവണം, അല്ലെങ്കിൽ ഒരു ബെറ്റർ ലൈഫ്, അതിന് ഇങ്ങനത്തെ ഹാബിറ്റ്സ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ പൈസ ഉണ്ടാക്കാൻ ദേ വുഡന്റ്. സോ ദ ഫസ്റ്റ് വൺ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഫോക്കസിങ് ഓൺ നത്തിങ് എൽസ് അതർ ദാൻ ബിസിനസ്, അല്ലെങ്കിൽ മേക്കിംഗ് മണി. വേറെ ഒന്നും ലൈക്ക് എൻ്റെ ലൈഫിൽ സോഷ്യൽ മീഡിയ ഇല്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇല്ല. ഐ വുഡന്റ് ഈവൻ ഗോ ഔട്ട് വിത്ത് എനി ഫ്രണ്ട്സ്. Like I would just, എനിക്ക് ഉണ്ടായിരുന്ന ലൈക്ക് ഫ്രണ്ട്സിനെ ഫുള്ള് ഐ റിമൂവ് ദം ഔട്ട് ഓഫ് മൈ ലൈഫ്. ഐ ഡിഡന്റ് ഹാവ് എനിത്തിങ് എൽസ് ടു ഡു അതർ ദാൻ മേക്ക് മണി. സോ ഈ ഒരു ഹാബിറ്റ് എന്നെ വിത്ത് പ്രൂഫാണ് 10 lakhs 1 year കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചു. ഈ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യുന്നവർ ഇതിൽ എന്തൊക്കെ ചേഞ്ചസ്, ചുമ്മാ ബിസിനസ് ലൈക്ക് ChatGPT അല്ലെങ്കിൽ ഗൂഗിളിനോട് ബിസിനസ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ബിസിനസിൻ്റെ ഇത് അതല്ല. ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ലൈക്ക് ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്യുക. അതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് സെർച്ച് ഇറ്റ് അപ്പ്. അത് കഴിഞ്ഞ് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞ് എന്തൊക്കെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഈ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇപ്പം ചെറിയ രീതിയിൽ ക്യാഷ് ഫ്ലോ വന്നു തുടങ്ങി, ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഈവൻ ബിലോ 10,000 എങ്ങനെ അത് കുറച്ച് കൂട്ടാം, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുപോയി. എവിടെയാണ് ആ ബിസിനസ്സിൻ്റെ സ്കെയിലപ്പിൻ്റെ ലിമിറ്റ്? എല്ലാ ബിസിനസ്സിനും ഒരു ലിമിറ്റ് കാണും. ആ ലിമിറ്റ് എവിടെയാണ്, അവിടം വരെ എങ്ങനെ എത്തിക്കാൻ പറ്റും, ഫുൾ അത് മാത്രം മൈൻഡിൽ, നത്തിങ് എൽസ്. 20s നിങ്ങൾ കിടക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ 20s ഫേക്ക് അഡ്വൈസ് ഫോർ യങ്സ്റ്റേഴ്സ്. ബാലൻസ്, എല്ലാത്തിലും ബാലൻസ് വേണം. ഡസൻറ്റ് വർക്ക് ദാറ്റ് വേ. ബാലൻസും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പൈസ ഉണ്ടാകത്തില്ല. ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊരു ഫാമിലി ആയി, കുട്ടികൾ, ഓക്കെ, ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബാലൻസ് വേണം. പക്ഷേ യങ്ങായിട്ടിരിക്കുമ്പോൾ യു ഷുഡൻറ്റ് ഹാവ് ബാലൻസ്. ലൈക്ക് നിങ്ങളുടെ ഗോൾ എന്താണ്, ബിക്കം എ ടോപ്പ് ടിയർ മാർഷൽ ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ, വാട്ടെവർ, എന്താണേലും എക്സ്ട്രീമായിട്ട് പുഷ് ചെയ്യുക. അത് മാത്രം, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സൈഡിലുള്ള ഹാബിറ്റ്സ്. ടോപ്പ് ടിയർ സക്സസ് ആണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നോർമൽ ഒരു ലൈഫ് മതി, എല്ലാം മതി, ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ലൈക്ക് യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. അങ്ങനെയുള്ള ഒരു വീഡിയോ കാണത്തില്ലല്ലോ പ്രോബബ്ലി. ഫുള്ള് സാക്രിഫൈസ് ചെയ്യുക എവറിത്തിങ് എൽസ്. 1 year റിസൾട്ട്.